സുധാ ബിജു വിവരങ്ങൾ നൽകി. തീവ്ര പരിഷ്കരണത്തിന് ശേഷം ബീഹാറിലെ വോട്ടർ പട്ടിക പുറത്തിറക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏകദേശം 50 ലക്ഷത്തോളം പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കി. അന്തിമ പട്ടികയിൽ 7.42 കോടി വോട്ടർമാരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനു ഭർദ ചേരുന്നു. മനു, വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കൊടുവിൽ ഏതെല്ലാം നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നു? എന്തെങ്കിലും പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വോട്ടർ പട്ടികയുടെ ഒരു അന്തിമ രൂപമാണ് പുറത്തു വന്നിരിക്കുന്നത്. 7.41 കോടി വോട്ടർമാരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പട്ടികയിൽ ഉള്ളത്. കഴിഞ്ഞ ജൂൺ 24-ന് 7.89 കോടി വോട്ടർമാർ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ 65 ലക്ഷം വോട്ടർമാരെ നീക്കി. ഇവർക്ക് പൗരത്വം തെളിയിക്കുന്നതിനും അതുപോലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നതിനും ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും 65 ലക്ഷം ആളുകളെ ആദ്യഘട്ടത്തിൽ നീക്കിയത്. അതിനുശേഷം 21.53 ലക്ഷം വോട്ടർമാരെ പുതിയതായി ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 3.66 ലക്ഷം വോട്ടർമാർ പുതിയതായി പട്ടികയിൽ ഇടം പിടിക്കാൻ ശ്രമിച്ചവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 7.41 കോടി വോട്ടർമാരാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ തീവ്ര പരിഷ്കരണ നടപടികൾക്ക് ശേഷം ബീഹാറിൽ വന്നിട്ടുള്ള അന്തിമ വോട്ടർ പട്ടിക. ഇത് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കാനുള്ള സാഹചര്യമുണ്ട്. ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളിൽ പ്രതിപക്ഷം കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇത്തരം പരിഷ്കരണങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന നിലപാടും എടുത്തിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിന് പുറത്തുള്ളവരും അതുപോലെ ഇരട്ട വോട്ടർമാരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ പട്ടികയിൽ ഇടം പിടിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു തീവ്ര പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ അനിവാര്യമാണ് എന്ന നിലപാട് ആവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മനു ഭർദ വിവരങ്ങൾ നൽകി.